എനിക്ക് എന്നോട് കണ്ണട വെക്കാൻ. എനിക്ക് കണ്ണട വേണ്ട. കണ്ണ് കാണോടാ. അങ്ങനെയല്ല കണ്ണ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഞങ്ങളുടെ അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറി. കോഴി എന്ന് പറഞ്ഞേ തോഴിയോ? കോഴി എന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞ തോഴി. കോഴി എന്ന് പറഞ്ഞ കോഴിക്കറി പറഞ്ഞേ. കോഴി. ആ, ഞങ്ങളിന്ന് ഞങ്ങളുടെ അമ്മക്കൂട്ടിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോഴിക്കറിയാണ്. നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം. ആ, 2 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 3-4 വട്ടം കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ചിക്കനിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചിക്കൻ നന്നായി കൂട്ടിത്തിരുമ്മി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. അടുത്ത ചടങ്ങെന്നോണം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നമ്മുടെ ചിക്കൻ ഓരോ കഷ്ണങ്ങളായി എടുത്ത് ചെറുതായി വറുത്തെടുക്കുക. ഈ സമയം ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 4 വലിയ സവോള ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക. അതുപോലെ തന്നെ 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വേപ്പില, ഒരു 3 വലിയ പച്ചമുളക്, അതോടൊപ്പം തന്നെ 2 തക്കാളിയും നമുക്ക് ആവശ്യമാണ് കേട്ടോ. 4 സെക്ഷനായിട്ടാണ് ഞാനിവിടെ ചിക്കൻ വറുത്ത് കോരിയത്. ചിക്കൻ വറുത്ത് കോരിയ ശേഷം നമുക്ക് ബാക്കി കലാപരിപാടികൾ ആരംഭിക്കാവുന്നതാണ്. കോഴി വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവിയും തയ്യാറാക്കുന്നത്. ആദ്യമായി ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂപ്പിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം നെടുകെ കീറിയ 3 പച്ചമുളക് ഇതിലേക്കിടുക. അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് വേപ്പില ചേർത്ത് ഗ്രേവിക്കാവശ്യമായ പാകത്തിന് ഉപ്പും ചേർത്ത് ഗ്രേവി ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. സവാളയുടെ പച്ചപ്പ് മാറുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം സവാള നമ്മൾ വിചാരിച്ച പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുക. പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മല്ലിപ്പൊടി ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. തുടർന്ന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടി തന്നെയാണ്. നമ്മൾ മുളക് പൊടി അല്പമേ ചേർക്കുന്നുള്ളൂ, കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമ്മുടെ സവാള ഗ്രേവി നന്നായി വഴറ്റിയെടുക്കുക. എല്ലാ പൊടികളും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം
ഗ്രേവി മൂത്ത് തുടങ്ങി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് തക്കാളി, നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, ആ തക്കാളി ചേർത്ത് ആ തക്കാളി ഉടയുന്നത് വരെ നല്ല രീതിയിൽ ഗ്രേവി വഴറ്റിയെടുക്കുക. തക്കാളി ഗ്രേവിയിൽ വെന്തുടയുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് ഗ്രേവി വഴറ്റിയെടുക്കുക. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ കറികൾക്ക് രുചി കൂടുവാൻ നല്ലത് ചൂടുവെള്ളം ചേർക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം തന്നെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷവും യോജിപ്പിച്ചെടുത്ത ശേഷവും ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അല്പം വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കണം. ഇടയിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഗ്രേവി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ വെന്ത് തിളച്ചിങ്ങനെ റെഡിയായി കുറുകിയൊരു പരുവത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിക്കൻ വെന്തു എന്നാണ് അർത്ഥം. ഇനി വേണമെങ്കിൽ നമുക്കൊരു പീസ് എടുത്ത് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ റെസിപ്പി അയച്ചു കൊടുക്കുക. വളരെ രുചികരമായൊരു ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.